ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ലഭിച്ച കനത്ത പ്രഹരങ്ങളിലൊന്നാണ് അയോധ്യയിലെ പരാജയം. അയോധ്യയിലെ രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലം പോലും മോദിയുടെ ഗ്യാരണ്ടിയെ പിന്തുണച്ചില്ല. പതിറ്റാണ്ടുകളായി ബി.ജെ.പി പിന്തുടരുന്ന വർഗീയ അജണ്ടയ്ക്കുള്ള തിരിച്ചടിയാണ് അയോധ്യയിലെ പരാജയം. ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കം നേരിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ അജണ്ടയാകുന്നത് 90കളിലാണ്. 1990 സെപ്റ്റംബർ 25-ന് ഗുജറാത്തിലെ സോംനാഥിൽ നിന്നും ആരംഭിച്ച എൽ.കെ. അദ്വാനിയുടെ രാമരഥയാത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടാക്കിയ കെടുതികൾക്ക് കണക്കില്ല. രണ്ട് മതവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷവും വിനാശവും വിതച്ച് അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും ഉമാഭാരതിയുടെയും ആഹ്വാനമനുസരിച്ച് പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ മൗനാനുവാദത്തോടെ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ശവപ്പെട്ടിയിൽ ആണിയടിച്ചുകൊണ്ടാണ് 92-ൽ RSS പള്ളി പൊളിച്ചത്. വർഗീയ കലാപങ്ങളും നീണ്ട നിയമയുദ്ധങ്ങളും പിന്നിട്ട് 3.5 പതിറ്റാണ്ട് കാലത്തിനു ശേഷമാണ് ക്ഷേത്ര നിർമ്മാണം മോദി സർക്കാർ പൂർത്തീകരിച്ചത്. 2019-ൽ മോദിയുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രഖ്യാപനമായിരുന്നു രാമക്ഷേത്ര പൂർത്തീകരണം എന്ന വാഗ്ദാനം. രാമക്ഷേത്രവും രാമലല്ല പ്രതിഷ്ഠയും ഉയർത്തിപ്പിടിച്ചായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ പ്രചരണവും. എന്നാൽ രാമക്ഷേത്രത്തെ ചൊല്ലിയുള്ള ബി.ജെ.പിയുടെ വർഗീയ നീക്കങ്ങൾ യു.പിയിലെയും വിശിഷ്യ ഫൈസാബാദിലെയും ജനങ്ങളെടുത്ത് സരയൂ നദിയിലെറിഞ്ഞെന്ന് വേണം വിചാരിക്കാൻ. ഫൈസാബാദിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം.പിയുമായിരുന്ന ലല്ലു സിംഗിനെതിരെ സമാജ്വാദി പാർട്ടിയുടെ അവധേഷ് പ്രസാദ് വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഉത്തർപ്രദേശ് സർക്കാരിൽ 6 തവണ മന്ത്രിയായും കേന്ദ്രമന്ത്രിയായും പ്രവർത്തിച്ച അവധേഷ് പ്രസാദ് അഖിലേഷിന്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അയോധ്യയിൽ ബി.ജെ.പിക്കേറ്റ കനത്ത തിരിച്ചടിയിലൂടെ ഹിന്ദു വോട്ടിന്റെ ഏകീകരണം ലക്ഷ്യമിട്ട് പതിറ്റാണ്ടുകളായി ബി.ജെ.പി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന ആയുധത്തിന്റെ മുനയൊടിയുകയാണ്. ന്യൂസ് ഡെസ്ക് കൈരളി.